അരുണിൻ്റെ മൃതദേഹമാണ്. അതിനുശേഷം നിധിൻ, അങ്ങനെ ഓരോ നമ്പർ ഇട്ട് ക്രമപ്പെടുത്തിയതിനനുസരിച്ച് ഓരോ മൃതദേഹങ്ങളും കൊണ്ടുവന്ന് ഈ ടേബിളുകളിലേക്ക് കിടത്തി. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുഷ്പചക്രം അർപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആദരവർപ്പിച്ചു. സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിൻ്റെ ആദരവർപ്പിച്ചു. അതിനുശേഷം പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആംബുലൻസുകൾ തിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിലേക്കും ചേതനയേറ്റ ശരീരവുമായുള്ള ആംബുലൻസുകൾ തിരിച്ചിരിക്കുന്നു. ഓരോ ആംബുലൻസിനും ഒരു പോലീസിൻ്റെ അകമ്പടി വാഹനവുമുണ്ട്. അർജുൻ മട്ടന്നൂരുമുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഇതിനകം എത്ര ആംബുലൻസുകൾ ഇതിനകം പുറപ്പെട്ടു കഴിഞ്ഞു? സ്മൃതി, ഇമ്പോർട്ട് കാർഗോയിൽ നിന്ന് പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ഓരോ ആംബുലൻസിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കോട്ടയം ഭാഗത്തേക്കുള്ള നിരവധി ആംബുലൻസുകൾ ഇതിനകം കടന്നുപോയി. അതോടൊപ്പം തന്നെ വടക്കൻ മേഖലകളിലേക്കുള്ള ആംബുലൻസുകളും ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഓരോ ആംബുലൻസുകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ആംബുലൻസിനും ഓരോ എസ്കോർട്ടായി ഓരോ പോലീസ് വാഹനങ്ങളും ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളടക്കമുള്ള ആളുകളും അത്തരത്തിൽ ഒരു വാഹന വ്യൂഹം പോലെ തന്നെ, ഒരു വിലാപയാത്ര പോലെ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ ഓരോ ആംബുലൻസിലായി അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കുകയും അവിടെ അധിക നേരം പൊതുദർശനം നീണ്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ള ആളുകൾ അവിടെ വെച്ച് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും അതിനുശേഷം അടുത്ത ബന്ധുക്കളും വിമാനത്താവളത്തിലെ ജീവനക്കാരും അവിടെ എത്തിയ മറ്റുള്ളവർക്കും മാത്രമാണ് അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയത്. എത്രയും പെട്ടെന്ന് ഈ ദൂരമേഖലകളിലേക്കുള്ള മൃതദേഹങ്ങളടക്കം എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ഈ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കിയത്. എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ ഓരോരോ മൃതദേഹങ്ങളായി ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, അതോടൊപ്പം തന്നെ തൃശ്ശൂർ അടക്കമുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓരോരോ ആംബുലൻസുകൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. മറ്റ് ആന്ധ്രാപ്രദേശിലേക്കുള്ള അതോടൊപ്പം തന്നെ ഡൽഹിയിലേക്കുള്ള മൃതദേഹങ്ങളൊക്കെ തന്നെ ഈ വ്യോമസേന വിമാനത്തിൽ തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. നിലവിൽ കേരളത്തിലുള്ള മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ, അതോടൊപ്പം തന്നെ തമിഴ്നാട്, കർണാടക ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മൃതദേഹങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റോഡ് മാർഗം കൊണ്ടുപോകുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം റോഡ് മാർഗം മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയാണ്. എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ അവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കും. അവിടെ ബന്ധുക്കളൊക്കെ തന്നെ വലിയ വിഷമത്തോടെ, വലിയ ദുഃഖത്തോടു കൂടി തന്നെ ഈ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഈ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അടക്കം നേരിട്ട് പോയി ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനും അവ എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്തിക്കാനുമുള്ള ക്രമീകരണങ്ങളും നടത്തിയതുകൊണ്ട് തന്നെ പരമാവധി പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും അവരുടെ വീടുകളിൽ എത്തിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ ആംബുലൻസിനും, ഓരോ മൃതദേഹവുമായുള്ള ഓരോ ആംബുലൻസിനും ഓരോ പോലീസ് വാഹനം എസ്കോർട്ടായി പോകുന്നുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടെ തന്നെ മൃതദേഹങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ മിക്കവരുടെയും ഇന്ന് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചിലരുടേത് മാത്രമാണ് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും നാട്ടിലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെ വലിയ ദുഃഖത്തോടു കൂടി തന്നെ ഈ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർക്കിടയിലേക്കാണ് വലിയ സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക്, ഗൾഫിലേക്ക് പോയ അവരുടെ ഉറ്റവർ ഇത്തരത്തിൽ ചേതനയേറ്റ ശരീരമായി നാടുകളിലേക്ക് എത്തിച്ചേരുന്ന, സ്വന്തം വീടുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രവാസികളാണ് ഈ ഒരു വലിയ ദുരന്തത്തിൽ മരിച്ചത്. അവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട്. അവയൊക്കെ തന്നെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓരോരോ ആംബുലൻസുകളിലായി കൊണ്ടുപോവുകയാണ്. ഓരോ ആംബുലൻസിനും ഓരോ പോലീസ് വാഹനം എസ്കോർട്ടായി ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഉറ്റവർ, നാട്ടിലുള്ള ജനപ്രതിനിധികളടക്കമുള്ളവരും ഈ മൃതദേഹങ്ങൾക്കൊപ്പം അകമ്പടിയായി പോകുന്നുണ്ട്. സ്മൃതി.
സംസ്ഥാന സർക്കാരിൻ്റെ ആദരം ഏറ്റുവാങ്ങിയ ശേഷം മൃതദേഹങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ അതത് വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സംസ്ഥാന സർക്കാർ ദുരന്തത്തിൽ മരിച്ച പ്രവാസികളെ ആദരിച്ചത്. 23 മൃതദേഹങ്ങൾ അതത് വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റവും ദുഃഖകരമായ ദൃശ്യങ്ങളിലൂടെയാണ് പ്രേക്ഷകർ കടന്നു പോകുന്നത്. മുപ്പത്തൊന്ന് മൃതദേഹങ്ങളാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 7 പേരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി എത്തിയിരുന്നു. കർണാടകയിൽ നിന്ന് ഒരാളാണ് മരിച്ചിട്ടുള്ളത്.